എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം 2024 മാർച്ച് തൊട്ട് ഏകദേശം 8-ൽ നിൽക്കുന്ന ശനി. 8-ൽ ശനി എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് പല ആൾക്ക് തെറ്റിദ്ധാരണകളുണ്ട്. ശനി 8-ലല്ലല്ലോ വിശാഖ നക്ഷത്രക്കാർക്ക്, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലാണ്, ഇല്ലെങ്കിൽ ഓരോരോ പല പല ചിന്തയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക്, അതായത് ഗ്രഹനില എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ജാതകത്തിലെ ഗ്രഹനിലയിൽ 8-ാം ഇടം, അതായത് 8, അതായത് നമ്മൾ ഗ്രഹനില എടുക്കുമ്പോഴത്തേക്ക് ലാ എന്ന് പറയുന്നൊരു അക്ഷരമുണ്ട്. ആ അക്ഷരം തൊട്ട് 1, 2, 3, 4, 5, 6, 7, 8 വരെ കോളം ഉണ്ട്. കോളന് ശനിക്ക് മാ എന്ന് പറയുന്നൊരു അക്ഷരം സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ശനി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക്, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് നിലവിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് മാറുമ്പോൾ ഒന്നൊന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പൊതുവെ വിശാഖ നക്ഷത്രക്കാർ ഡോക്ടറെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മെഡിസിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. അപ്പം നമ്മൾ വിചാരിക്കും ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ രോഗം പറയും. അപ്പം നമ്മൾ മെഡിസിൻ കഴിക്കുന്ന കൂടെ തന്നെ നമുക്ക് കുറവാകുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പോൾ ഡോക്ടർ അടുത്ത സ്കാനിങ്ങിന് എഴുതി തരുന്നത്, അടുത്ത ടെസ്റ്റുകൾക്കൊക്കെ എഴുതി തരുന്നത് നമ്മുടെ പൈസകൾ പോകും. അപ്പം എത്ര ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് ഡോക്ടർ പറയും നിങ്ങൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു സ്വയം തന്നെ നമ്മൾ ചിന്തിക്കും ഇത്രയൊക്കെ ടെസ്റ്റ് ഉണ്ട്, എനിക്ക് എന്താണ് രോഗമില്ലാത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും വേറെ ഡോക്ടർ. അപ്പോൾ നമ്മൾ പല പല ഡോക്ടറെ കണ്ട് പല പല മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിന് കാരണം ഈ ഒരു ശനിയാണ്. ശനി അഷ്ടമത്തിൽ നിൽക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കൂട്ടുകാരുണ്ടാകത്തില്ല. ഉള്ള കൂട്ടുകാർ അവരെ സദാ ചതിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് പൈസ കടം മേടിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുന്ന കൂട്ടുകാരായിരിക്കും. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ നല്ല കൂട്ടുകാർ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ കാരണത്താൽ നമുക്ക് അവരോട് ഒരു ഒരു മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ഈ ശനിയുടെ ഒരു പവർ കൊണ്ടുണ്ടാക്കും. അപ്പോൾ ഈ അഷ്ടമത്തിലെ ശനി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വലിയൊരു പാടാണ് ഈ വിശാഖം നക്ഷത്രക്കാർക്ക്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഗ്രഹനിലയിൽ, അതായത് വിശാഖം നക്ഷത്രക്കാർക്ക് ഗ്രഹനിലയിൽ 8-ൽ നിൽക്കുന്ന ശനിയുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഡോക്ടറെ അടുത്ത് വീണ്ടും പോകുന്നു, വീണ്ടും അസുഖങ്ങളും മാറുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യം അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ജോത്സ്യൻ പറയുന്നത് നിങ്ങളുടെ ഗ്രഹനില നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശനിയുടെ ഒരു വിഷയമാണ്. അപ്പം കുറേ വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് പോലും ഈ ശനിക്കൊരു ശമനം ഉണ്ടാകുന്നില്ല. നമ്മൾ വഴിപാട് ചെയ്യുന്നതനുസരിച്ച് ഒരാഴ്ച മാറ്റം ഉണ്ടാകുന്നത് വീണ്ടും നമ്മൾ പഴയതുപോലെ. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ശനിയുടെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി നീചത്തിലാണെങ്കിൽ തന്നെ നമുക്ക് ഈ ശനിയെ ബലമായിട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ശനി 8-ൽ നിൽക്കുമ്പം ഈ പറയുന്ന പോലെ നമ്മൾ രോഗങ്ങൾ വരിക, നമ്മൾ ഏത് കാര്യത്തിന് പോയാലും നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മളൊരു വിവാഹത്തിന് പോയാൽ, നമ്മൾ പുറത്തോട്ട് ജോലിക്ക് പോയാലും നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മളോട് ആൾക്കാർ മിണ്ടാതിരിക്കുക, എല്ലായിടത്തും ഒരു അവഗണന നേരിടുക. പിന്നെ നമുക്ക് അതായത് 8-ലെ ശനി നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും, ഇല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ കൂടുന്നതുകൊണ്ട് നമ്മൾ തന്നെ വിഷമിച്ച് നമ്മൾ തന്നെ ശരീരം ക്ഷീണിച്ചൊരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ ഒരു ശനിയുടെ ഒരു ഇത് കാരണം. ഒപ്പം തന്നെ അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ നമുക്ക് രാത്രി ഉറക്കങ്ങളില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു വ്യക്തികളാണെങ്കിൽ നമുക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ജോലി ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ജോലിയിലെ ഉടമസ്ഥർ നമ്മളെ ജോലിയിൽ നിന്ന് മാറ്റുന്നത്, നമ്മൾ വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് നിൽക്കുന്ന വിശാഖ നക്ഷത്രക്കാരാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ കർമ്മത്തിൽ നിന്നും, അതായത് എല്ലാ കാര്യത്തിൽ നിന്നും ഈ ശനി നമ്മളെ തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ ഇതിന് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക് പരിഹാരമായിട്ട് ഇവിടെ ജ്യോതിഷ വിധിപ്രകാരം 8-ൽ നിൽക്കുന്ന ശനിക്ക് വേഴം, അതായത് വേഴത്തിൻ്റെ ദൃഷ്ടി കൂടുതലാണെങ്കിൽ, അതായത് ആ ജാതകത്തിന് വേഴപ്രീതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ശനിയുടെ നീചമായിട്ടുള്ള ഭാവം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇതിന് ഉള്ള പരിഹാരങ്ങളാണ് ഞാൻ നിർദ്ദേശിക്കാൻ പോകുന്നത്. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ വേഴത്തെ പ്രീതിപ്പെടുത്തുക. അന്നത്തെ കാര്യം, അതായത് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒപ്പം തന്നെ ഭഗവാന് തുളസിമാല ഭഗവാനെ പ്രീതിപ്പെടുത്തി വേഴമായിട്ടിരിക്കുന്ന ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ശനിയുടെ ഏറ്റവും കഠിനമായ ദോഷം മാറാൻ വേണ്ടി ശനീശ്വരൻ്റെ വാഹനമായ കാക്കയ്ക്ക്, അതായത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ച ദിവസം ചെയ്യുക. അല്ലാത്ത ദിവസം എല്ലാ ശനിയാഴ്ചയും നമ്മൾ അരിപ്പൊടി കൊണ്ട് അരിപ്പൊടി കുഴയ്ക്കുക. റൊട്ടി ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ കല്ലേൽ ഇങ്ങനെ അപ്പം ചുടത്തില്ലേ, ഈ ദോശക്കല്ലിൽ, അതുകൊണ്ട് പരത്തി ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിച്ച് കാക്കയ്ക്ക് നേദ്യം കൊടുക്കുക. അതായത് അരിപ്പൊടി കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഉണ്ടാക്കിയ റൊട്ടി ഒന്നുകൂടെ കാക്കയ്ക്ക് കൊടുത്താൽ കാക്ക തിന്നത്തില്ല. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ഇലക്കകത്ത് ഒരു
പ്ലാസ്റ്റിക് ഗ്ലാസ്സിനകത്ത് വെള്ളവും വെച്ച് കൊടുത്ത് ശനി ഈശ്വരനോട് പറയുക. ഇത് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ട് നിൽക്കുന്ന ശനിക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ഇത് നല്ല ഒരു ശനിദോഷത്തിന് ഒരു പരിഹാരമാണ്. കാക്കയ്ക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുക്കൽ, കാക്കയ്ക്ക് നേദ്യം കൊടുക്കുക. അത് ഭക്തിപൂർവ്വം തെക്ക് വശത്ത് കൊടുക്കരുത്. കാരണം നമ്മൾ പൊതുവെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് തെക്ക് വശം എന്ന് ഉദ്ദേശിക്കുന്ന പിതൃക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് കാക്കയെ ശനീശ്വരനെ സങ്കല്പിച്ച് കാക്ക വരണമെന്ന് പ്രാർത്ഥിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വിളക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇലക്കകത്ത് ചെറിയ റൊട്ടി ഉണ്ടാക്കിയിട്ട് ചെറിയായിട്ട് മുറിക്കണം. കാരണം കാക്ക കൊത്തി കൊടുക്കണം. ചിലവരൊക്കെ ഒന്നോടെ റൊട്ടി ഉണ്ടാക്കി വെക്കാറുണ്ട്. ഈ തിരുമേനി ഞാൻ റൊട്ടി ഉണ്ടാക്കിയിട്ട് എടുത്തോണ്ട് പോലും. അപ്പോൾ അത് നമ്മൾ മുറിച്ച് വെക്കണം. ഒരു ഗ്ലാസ് വെള്ളം സങ്കല്പിച്ച് വെക്കും. അപ്പോൾ ശനീശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പം ഈ ഒരു രണ്ടാമത്തെ പരിഹാരം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും. ഒപ്പം തന്നെ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ശനീശ്വരൻ്റെ ക്ഷേത്രമോ ഇല്ലെങ്കിൽ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തലേദിവസം പോയി, അതായത് നമുക്ക് ദോഷമായി നിൽക്കുന്ന ശനിയെ ഒന്ന് തണിപ്പിക്കണം. അതിന് എന്താണ്? കരിക്കിൻ്റെ അഭിഷേകം. അതായത് ശനീശ്വരന് നമ്മുടെ പേർക്ക് കരിക്ക് കൊണ്ടൊരു അഭിഷേകം, അത് തിരുമേനിയോട് നമ്മൾ പ്രത്യേകം പറയണം. തിരുമേനി ശനീശ്വരന് കരിക്കിൻ്റെ അഭിഷേകമുണ്ട്. അപ്പോൾ അത് നമ്മൾ പേരും നക്ഷത്രവും പറഞ്ഞ് അമ്പലത്തിൽ പോയി രസീത് എടുത്ത് ആ ഒരു കരിക്കിൻ്റെ അഭിഷേകം ചെയ്യുമ്പം ചൂടായിട്ട് നിൽക്കുന്ന ശനി ശരിക്കും പറഞ്ഞാൽ തണുത്ത് നിൽക്കും. ഒപ്പം തന്നെ വിശാഖം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നവഗ്രഹാർച്ചന 9 പേർക്ക്. ഒപ്പം തന്നെ നമുക്ക് സാധാരണ ശനീശ്വര പ്രീതിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് നീലാഞ്ജനം, ഈ പറയുന്ന പോലെ ശനീശ്വര പൂജ, ശനീശ്വര ഹോമം. പക്ഷേ ഏറ്റവും ശനീശ്വര ദോഷത്തിനുള്ള പരിഹാരമാണ് ശനി പെട്ടെന്ന് തണുക്കുകയും നമുക്ക് പ്രീതി വരുത്തുന്നതും കൂടെ ഒരു വഴിപാടാണ് കരിക്ക് കൊണ്ടുള്ള ശനീശ്വരന് അഭിഷേകം. ഒപ്പം തന്നെ ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത്. ഈ ഒരു 2 കാര്യം ഭക്തജനങ്ങൾ ചെയ്യുവാണെങ്കിൽ ശനിദോഷത്തിൽ നിന്നും ഉത്തമമുണ്ടോ. അപ്പോൾ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശാഖ നക്ഷത്രക്കാർ ഡോക്ടറെ കാണിക്കുക. ഒപ്പം തന്നെ മെഡിസിൻ കഴിക്കുക. ഒപ്പം തന്നെ ഈ ഒരു വഴിപാടും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രതിസന്ധികളൊക്കെ മാറി നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ വിശാഖ നക്ഷത്രക്കാർ ദുരിതം അനുഭവിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണ് വിശ്വസിക്കുന്ന ഉപാസനമൂർത്തിയോട് ശനിദേവൻ്റെ കാര്യം പറയുക. ഉപാസനമൂർത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിത്തരും എന്നുള്ള ഉറച്ചൊരു ആത്മവിശ്വാസവും നമുക്കുണ്ടാകണം. നമ്മളൊരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാണ് അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും 50 വയസ്സാകുമ്പോഴത്തേക്ക് വരെ പേടിയാണ്, ഭഗവാനെ ഞാൻ മരിച്ചു പോകില്ല എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കർമ്മവും നമ്മുടെ കർമ്മഫലമാണ് ഈ പറയുന്ന അങ്ങോട്ടുള്ള ജീവിതം. നമ്മുടെ ഈ ഫുഡ്, ചിലവർ 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് നിയന്ത്രിക്കും. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഒപ്പം തന്നെ അവരുടെ ശരീരം നോക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. ചില ആൾക്കാർക്ക് ആ ഒരു ചിന്ത കാണത്തില്ല. അപ്പം നമ്മൾ പകുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരൻ്റെ ആയിട്ടുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ പൂജാതി കാര്യങ്ങളൊക്കെ പഠിച്ചാണ് ഞാൻ. പക്ഷേ ആഹാരവും വെള്ളമൊക്കെ കുടിക്കാതിരിക്കാൻ ഈശ്വരൻ വിളിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ശരീരം നിലനിൽക്കത്തില്ല. അതേസമയം നമ്മളൊപ്പം കർമ്മം ചെയ്യുക. അപ്പം ശനിദോഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ശനിദോഷത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നപ്പം നമ്മുടെ ഈശ്വര അനുഗ്രഹം നമ്മൾ വ്യക്തപ്പെടുത്തുക. നമ്മൾ സദാ നന്മയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. എപ്പോഴും നമ്മുടെ ഈശ്വരൻ ഉണ്ടാകും. പിന്നെ അസുഖം വരുമ്പോൾ ഡോക്ടറെ പോയി കാണണം. മരുന്നും മന്ത്രവാദം കൊണ്ടൊന്നും അസുഖങ്ങളൊന്നും മാറി ചരിത്രം ഇന്നവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വിശ്വാസമാണ്, അതായത് ഇന്ന ഡോക്ടറെ കണ്ടോ കാണിച്ച് എൻ്റെ അസുഖം പറഞ്ഞ ആ ഒരു വിശ്വാസം ഡോക്ടറിൽ അർപ്പിക്കുക. നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഈശ്വരനെ അർപ്പിച്ച് ചെയ്യുക. എൻ്റെ പ്രശ്നങ്ങൾ മാറും. ഒപ്പം തന്നെ ശനീശ്വരൻ്റെ നമ്മൾ വൈകുന്നേരം വിളക്ക് വെക്കുമ്പോഴത്തേക്ക് ശനീശ്വര ഭഗവാന്റെ അഷ്ടോത്തരങ്ങൾ ചെല്ലുക, പൂവിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ശനീശ്വരന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങൾ ഈ 2ആണ്. നീലാഞ്ജനം മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നവർ. ഒരു ഉദാഹരണത്തിന് എല്ലാവർക്കും ഒരു പനി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന പൊതുജനങ്ങൾക്കും ഈ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം നമ്മൾ പാരാസെറ്റമോൾ കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വഴിപാട് മാത്രമാണ് നീലാഞ്ജനം. അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ കട്ടിയായ ശനിദോഷത്തിന് ഈ പറയുന്ന പോലെ ശനിയെ തണുപ്പിക്കുക. അതിന് കരിക്ക്, അതായത് പ്രകൃതിയിലുള്ള ജലം, അതായത് ഇളനീര് കൊണ്ട് അഭിഷേകം നമ്മുടെ പേരും നക്ഷത്രവും ചെല്ലുമ്പോഴത്തേക്ക് ചൂടായിട്ട് നിൽക്കുന്ന ശനിയുടെ പവർ നമുക്ക് പൂർണ്ണമായിട്ടും കുറയും. ഒപ്പം തന്നെ ശനിയുടെ വാഹനത്തിന് നേദ്യം ഭക്തിയോട് പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നവും നമ്മുടെ മാറും. അപ്പം വിശാഖ നക്ഷത്രക്കാരും പേടിക്കണ്ട. ഈ പറയുന്ന പോലെ ഗ്രഹനില 8-ൽ ശനി നിൽക്കുവാണെങ്കിൽ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയക്കണം. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട്, വിളിച്ച് അഭിപ്രായം പറയുക. അപ്പം തന്നെ ചിലവർക്കുണ്ട് എൻ്റെ വിശാഖ നക്ഷത്രമുണ്ട് എനിക്ക് എന്നും ദുരിതമാണ്, അങ്ങനെയൊന്നും ആരും വിശ്വസിക്കേണ്ട. അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ ചെയ്താൽ പ്രശ്നങ്ങൾ എല്ലാവരും മറത്തും. ഈ പറയുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരും ഇല്ല. കുറേയൊക്കെ നമ്മളും ഈശ്വര അനുഗ്രഹം കൊണ്ടൊക്കെ മാറ്റിയെടുക്കുക, കുറേയൊക്കെ നമ്മളും മാറ്റിയെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. നമസ്കാരം.